ഹായ് ക്യൂട്ടീസ്, ഇന്ന് നമ്മൾ വീഡിയോ കാണിക്കുന്ന കുറച്ചേറെ ഹോബീസിനെ കുറിച്ചാണ്. പല ഹോബീസ് ഉണ്ടെങ്കിലും പലരും പറയും എനിക്കറിയത്തില്ല, എനിക്ക് കഴിവില്ല എന്ന്. അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഹോബീസിൻ്റെ പാർട്ട് 1 കാണാമേ. ആദ്യത്തേതാണ് പെയിൻറ്റിങ്. പെയിൻറ്റിങ് കേൾക്കുമ്പോൾ ആൾക്കാർ വയ്ക്കും, ഓ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതൊക്കെ എങ്ങനെയാണ് വല്ല ആർട്ടിസ്റ്റൊക്കെ ചെയ്യണം. അതിനൊന്നും ആവശ്യമില്ല, ആർക്കും ചെയ്യാൻ പറ്റും. പെയിൻറ്റിങ്, സ്കെച്ചിങ്, ഡ്രോയിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോ. ഇതിപ്പോൾ നിങ്ങൾ ആരെ സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള മീഡിയം വെച്ച് ചെയ്യുക. പിന്നെ ആദ്യമൊക്കെ തെറ്റുകൾ വരും, അതിനൊന്നും കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഫ്രീ ടൈം അല്ലെങ്കിൽ മീ ടൈം കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും മൊബൈൽ കാണും, അല്ലെങ്കിൽ അപ്പം നമുക്ക് സ്വന്തമായിട്ട് ലേൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലേൺ ചെയ്യാം. അങ്ങനെ ഒരെണ്ണമാണ് പെയിൻറ്റിംഗ് എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രോയിങ് ചെയ്യാം, പെൻസിൽ സ്കെച്ച് ചെയ്യാം, എന്ത് ചെയ്യാം. ഇപ്പം ഞാനിന്ന് വാട്ടർ കളർ വെച്ചാണ് ചെയ്യുന്നത്. എനിക്ക് ഒട്ടുമേ കംഫർട്ടബിളുള്ള മീഡിയം അല്ല, പക്ഷേ എന്നാലും ഞാൻ ചെയ്യണമെന്ന് വെച്ചുകൊണ്ട് ഞാൻ ചെയ്യുവാണ്. അപ്പം ഇതിന് ആരെയും നമ്മൾ കാണിച്ച് പെർഫെക്റ്റ് ആണെന്ന്, ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു സാധനം പെർഫെക്റ്റ് ആണെന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഹോബീസ് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. ഇതൊക്കെ ഈ ലോകത്തുള്ളത് തന്നെയാണ്. അഥവാ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമ്മൾ പുറകോട്ട് നിൽക്കേണ്ടതല്ല. അല്ലാതെ പ്രൊഫഷണലായിട്ട് പഠിച്ചവർക്ക് മാത്രമൊന്നുമല്ല, ആർക്കും ചെയ്യാം. അപ്പോൾ ചെറുതായിട്ടൊരു പെയിൻറ്റിങ് ചെയ്യണം. പിന്നെ വാട്ടർ കളർ ചെയ്യുമ്പം ആദ്യത്തെ ലെയർ ഉണങ്ങിയിട്ട് അടുത്ത ലെയർ ചെയ്യുള്ളൂ. ഇഷ്ടംപോലെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണാൻ, നിങ്ങൾക്ക് അതൊക്കെ വെച്ച് കണ്ട ശേഷം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്താൽ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല മീഡിയംസ് അല്ലെങ്കിൽ അക്രിലിക് മീഡിയം വെച്ച് ചെയ്യാം. കുഞ്ഞു പെയിൻറ്റിങ് അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള പെയിൻറ്റിങ്, ഡ്രോയിങ്ങോ ഒക്കെ വരച്ചൊക്കെ തെറ്റിക്കോട്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ഹോബിയാണ് നമ്മുടെ പെയിൻറ്റിങ്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് കുഞ്ഞു പെയിൻറ്റിങ് ബുക്കുകളൊക്കെ വെച്ച് കൊടുക്കാം. അവർക്കും വെക്കേഷൻ ടൈം ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡോർ ആക്ടിവിറ്റി. പല ഹോബീസും എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, പലരും ഡാൻസും പാട്ടൊന്നും കേൾക്കുമ്പോഴേക്കും എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇച്ചിരി ഒരു ഇൻസെക്യൂർ, ഇൻട്രോവേർട്ടർ ആയിട്ടുള്ള ആൾക്ക് ഒരു കോസി വൈബിൽ എവിടെയെങ്കിലും ബെഡിലോ ഒരു ടേബിളിൻ്റെ സൈഡിലോ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോബീസാണ് ഇന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിനൊരു മീ ടൈം കൊടുക്കാം, ഒരു റിലാക്സേഷന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഏകദേശമൊക്കെ വരച്ച് വരുന്നതുകൊണ്ട് ഞാൻ വരച്ചത് എന്താണെന്നറിയത്തില്ല, പക്ഷേ എന്നാലും എനിക്കിഷ്ടമുള്ളൊരു പെയിൻറ്റിങ് ഞാനങ്ങ് വരച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇത് പെർഫെക്റ്റ് ആകാനൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പം ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ മോളുടെ PT മീറ്റിംഗ് ചെന്നപ്പോൾ അവിടെ ഒരു കൊച്ചിനോട് ടീച്ചർ വെച്ച് എന്താ ഹോബി എന്ന് വെച്ചപ്പോൾ, എനിക്കൊന്നും അറിയത്തില്ല ടീച്ചറെ, എനിക്ക് ഹോബിയൊന്നും അറിയത്തില്ല. അങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ വെച്ച് ഇതൊന്ന് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അടുത്ത ഹോബി എന്ന് പറയുന്നത് ജങ്ക് ജേർണലാണ്. അപ്പോൾ ജേർണൽ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ആരുടെയും ഒരു റൂളും ഇല്ലാത്ത ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ജേർണൽ എന്ന് പറയുന്നത്. ആ ജേർണൽ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഡയറി റൈറ്റ് ചെയ്തിട്ട് പലരും പേഴ്സണൽ ഡയറി എഴുതും, അങ്ങനത്തെ അതിൻ്റെ ഒരു രൂപമാണ് ജേർണൽ എന്ന് പറഞ്ഞത്. അത് തന്നെ ജങ്ക് ജേർണലുണ്ട്, പിന്നെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആർട്ട് ജേർണലുണ്ട്, പിന്നെ ഇപ്പം പലരും സ്റ്റിക്കർ വെച്ച് ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം ജങ്ക് സാധനങ്ങൾ. നമ്മൾ ന്യൂസ് പേപ്പറോ ക്യാരി ബാഗോ പ്ലാസ്റ്റിക് കവറോ എന്ത് വേണമെങ്കിലും, എന്തെങ്കിലും ബോക്സിൻ്റെ എന്ത് ഇഷ്ടമുള്ള നിങ്ങൾക്ക് സാധനം കണ്ടിച്ചെടുക്കാം. അതിന് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഒരു ബുക്കിനെ ഡെക്കറേറ്റ് ചെയ്ത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട്സ് എഴുതാം. നമ്മളൊരു ബുക്കിനെ ഡിസൈൻ ചെയ്ത് നമ്മുടെ മനസ്സിനെ ഒരു ഇതത്തിൽ അതുപോലെ അതാണ് കാണുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. പിന്നെ നിങ്ങൾക്ക് അഥവാ ഇങ്ങനെയൊന്നും അടിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. അത് ക്യൂട്ടായിട്ടും ലാൻഡ്സ്കേപ്പിൻ്റെ പല സ്റ്റിക്കേഴ്സ് വെച്ച് ഇപ്പോൾ ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക സുഖമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ പേഴ്സണലായിട്ട് ഡയറിയിൽ പല ട്രാവലർ ജേർണൽ ചെയ്യാൻ. നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും പ്രത്യേക സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്ലേസിനെക്കുറിച്ച് ജേർണൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ പഞ്ചൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടംപോലെ കത്രികകളുണ്ട്, സിസേഴ്സൊക്കെ ഉണ്ട്, അത് വെച്ചൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമ്മളൊരു ബുക്കിനെ ഡെക്കറേറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ ജേർണലിൻ്റെ ഏതും. ഇപ്പം സ്റ്റിക്കർ വെച്ചുള്ളതൊക്കെ ഞാൻ അടുത്ത പ്രാവശ്യം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് സിമ്പിളായിട്ട് മാത്രം ഞാൻ അത് ഒന്നുമേ ഒരു വലിയ മോഡിഫൈ ചെയ്തിട്ടൊന്നുമില്ല, കുഞ്ഞൊരു ജേർണൽ. അപ്പം നമ്മുടെ ജേർണൽ എങ്ങനെയുണ്ട്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു കോട്ട്സ് വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മനസ്സിൽ തോന്നുന്ന എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ജേർണലിനകത്ത് എഴുതാം. അത് ബുള്ളറ്റ് ജേർണലോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ജേർണൽ എങ്ങനെയുണ്ട്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ഹോബി എന്ന് പറയുന്നതാണ് വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ്. ക്രാഫ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങിയപ്പോൾ പോയിട്ട് ഞാൻ ചെയ്യുന്ന സാധനമാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പണ്ട് ഒരിക്കലും ചെയ്യാത്ത ഒരു സാധനമാണ് ക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽ വെച്ചുള്ള ഒരു ക്രാഫ്റ്റാണ്. ഇതിന് പുള്ളിക്കാരനെ അറിയാലോ നിങ്ങൾക്ക്, ചിരട്ട. അപ്പോൾ ചിരട്ട ഇഷ്ടംപോലെ കാണും. ഈ പൈപ്പ് ക്ലീനർ എന്ന് പറയുന്ന സാധനം കുറേ നാളായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനെ വെച്ചൊരു ക്യൂട്ട് ജെല്ലി ഫിഷിനെ ഉണ്ടാക്കിയാലോ. പലപ്പോഴും ക്ലേ വെച്ച് ചെയ്യാറില്ല, അതുപോലെ ഒരു ജെല്ലി ഫിഷിനെ നമ്മൾ ചിരട്ട ആദ്യം പുറവശത്തെ അതിൻ്റെ
ഈ ഇതിലെ നാര് അതൊക്കെ നല്ല ഉരച്ച് സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ കത്തി വെച്ച് ഉരച്ച ശേഷം പിന്നെ ഞാൻ അക്രിലിക് പെയിൻറ്റ് അടിച്ചിരിക്കുന്നത്. അതിന് മുകളിൽ ക്യൂട്ടായിട്ട് കുറേ കണ്ണും മൂക്കൊക്കെ വരയ്ക്കുക. പിന്നെ താഴെ നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ചെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഒരു വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് ഒരു ഡെക്കോർ പോലെ അല്ലേ. അപ്പം ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പല രീതിയിൽ പല ക്രാഫ്റ്റുകളും ചെയ്യാറുണ്ട്. വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് ചെയ്യാം, നമ്മൾ പേപ്പർ വെച്ച് ചെയ്യാം, കാർഡ്ബോർഡ് വെച്ച് ചെയ്യാം. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ എങ്ങനെയാണ് നമ്മുടെ ക്യൂട്ട് ജെല്ലി ഫിഷ്. അപ്പം നമ്മുടെ ജെല്ലി ഫിഷിനെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തൊക്കെ കേട്ടോ. അപ്പം ഇത് ചെയ്യുമ്പം കളറടിക്കുമ്പോൾ അക്രിലിക് കളറടിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർക്ക് വെക്കേഷൻ ടൈമിലൊക്കെ ചെയ്യാം. പിന്നെ അതിനൊന്ന് സുന്ദരക്കുട്ടന്മാരാക്കാൻ കുറച്ച് മുത്തുകളോ എന്തെങ്കിലുമൊക്കെ വെച്ച് പേൾസോ മുത്തോ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അത് ക്യൂട്ടായില്ലേ. അപ്പം ഇത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് തന്നെ ചെയ്തത്. 2-3 ഒന്നിച്ച് കാണിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മളിത് ഡെക്കറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു സൗന്ദര്യം അവന് കൂടി അല്ലേ. അപ്പോൾ ചിരട്ട വെച്ച് വല്ലതും ചെയ്യാറുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സാധനം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ക്രാഫ്റ്റുകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മുടെ ക്യൂട്ടൻ. അടുത്ത നമ്മൾ ഹോബി എന്ന് പറയുന്നതാണ് നമ്മൾ ക്ലേ ക്രാഫ്റ്റ്. പലരും കണ്ടിട്ടില്ല ക്ലേ കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലേ കൊണ്ട് ഞാൻ ചെയ്യുന്ന പണ്ട് ഇവിടെ എൻ്റെ കുറേ നാളായിട്ട് ഇരിക്കുന്ന ഒരു ലൈറ്റ് പോലത്തെ ലാമ്പാണ്. പിന്നെ ഞാൻ വയ്ക്കുന്ന ഒരു കുഞ്ഞ് കമ്പിയും പിന്നെ കുറച്ച് ക്ലേ ആണ്. ഈ ക്ലേ സോഫ്റ്റ് ക്ലേ ആണ് ഇരിക്കുന്നത്. ഇഷ്ടംപോലെ സോഫ്റ്റ് ക്ലേ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സാധാരണമായിട്ടുള്ള വേറെ ക്ലേകളൊക്കെ കിട്ടും. നമ്മുടെ ഫെവിക്രിലിൻ്റെ ക്ലേ ഒക്കെ കിട്ടും. പക്ഷേ ഞാൻ സോഫ്റ്റ് ക്ലേ പിള്ളേരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ സോഫ്റ്റ് ക്ലേ എടുത്ത് എന്തെങ്കിലും കമ്പി വെക്കാം അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെക്കാം. ഇതുകൊണ്ട് ഇഷ്ടമുള്ള പിള്ളേർക്ക് കൈ കൊണ്ട് ഇങ്ങനെ നല്ല രസം ക്ലേ എടുക്കാൻ നല്ല സുഖം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കുഞ്ഞ് ഫ്ലവർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ക്ലേ വെച്ച് പല പല ക്രാഫ്റ്റുകൾ ചെയ്യാം. ഇപ്പം നിങ്ങൾ പിൻട്രസ്റ്റിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. ഒന്നും നമുക്ക് ഉണ്ടാക്കിയാൽ നമ്മൾ കുഞ്ഞി പൂവുണ്ടാക്കുക. ഒരു കമ്പിയെ വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഈർക്കിലി വെച്ചോ ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ലാമ്പിൻ്റെ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ മുകളിൽ വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും അടപ്പിൻ്റെ മുകളിലോ എന്തെങ്കിലും കുപ്പിയുടെ മുകളിലോ ഒക്കെ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോഴേ ഇഷ്ടമാണ്. ആദ്യം ഈ സോഫ്റ്റ് ക്ലേ മേടിച്ചപ്പോൾ എന്നെക്കൊണ്ട് വഴങ്ങുന്നില്ല. ഞാൻ വെച്ച് ഇതെന്തോടെ ഇതൊന്നും ശരിയായിട്ട് വരുന്നില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി. അപ്പോൾ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതുവരെ ചെയ്യാത്ത സാധനമായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്തതിന് വയ്ക്കാം. പിന്നെ ഈ കളർ എൻ്റെ കയ്യിൽ അധികം കളറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കളറില്ലാത്തതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു എനിക്ക് വെള്ളയായിരുന്നു ആവശ്യം. പക്ഷേ വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മുടെ സാധനം ബ്രൗൺ ആയിപ്പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കളറൊന്നും പെയിൻ്റ് അടിക്കാൻ പോയില്ല കേട്ടോ. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ക്ലേ ഉണ്ടാക്കിയ ശേഷം ഇങ്ങനെ ക്ലേയുടെ ക്രാഫ്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളറൊക്കെ അടിക്കാം. പിന്നെ ഞാൻ അടിച്ചില്ലെന്നുള്ളൂ കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം. ഇച്ചിരി ക്യൂട്ട് ആയിരുന്നല്ലേ. അപ്പോൾ ഇവൻ്റെ കൈയും കാലും ഒക്കെ ഒരു കുഞ്ഞി രൂപത്തെ സാധാരണ മിഫി ടൈപ്പ് ഉണ്ടാക്കിയത്. പക്ഷെ മിഫി വെളുത്തവനല്ലേ, ഇവൻ കറുത്ത മിഫി ആയിരിക്കട്ടെ അല്ലേ. ആരെങ്കിലും കണ്ടാൽ വല്ലതും പറയാമെന്തോ. അപ്പം കുഞ്ഞ് മിഫിയെ ഉണ്ടാക്കുവാണ്. ഞാൻ ആദ്യം വെച്ച് വല്ല നമ്മുടെ മങ്കിയോ അല്ല നമ്മുടെ കരടിക്കുട്ടനോ എല്ലാം ഉണ്ടാക്കാമെന്ന്. പക്ഷേ പിന്നെ വന്നപ്പോൾ മിഫി ആയിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ വെച്ചു പിന്നെ മാറ്റാനൊന്നും പോയില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ക്രാഫ്റ്റാണ് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. ഇത് ഏതെങ്കിലും ഹോബിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് ഇതല്ലാതെ ഏത് ഹോബിയാണ് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നതെന്നുള്ളത് പറയണം. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടപ്പന റെഡി ആയിട്ട് അവന് ഇരിക്കുന്നില്ലായിരുന്നു കേട്ടോ. കാരണം അവന് ഇച്ചിരി വണ്ണമുള്ള മുട്ടയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പച്ചപ്പ് വെക്കാൻ താഴെ കിടക്കുന്നു കേട്ടോ. പിന്നെ പച്ചപ്പ് വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇലയും കുറച്ച് ചിരട് ഒരു ഗാർഡൻ്റെ മുകളിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുക. രാത്രി ഗാർഡനിൽ പോയിരിക്കുന്ന കുട്ടനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഒരു ശകലം ഉണ്ടായിരുന്ന വെള്ളം വെച്ചാണ് ഞാൻ ഈ കാരണം എൻ്റെ ക്ലേ ഇല്ലാത്തതുകൊണ്ട് ക്ലേ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയും കൂടെ വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഒരു പാക്കറ്റ് ഇഷ്ടംപോലെ ക്ലേ ഒക്കെ കിട്ടും കേട്ടോ. അപ്പം പിള്ളേർക്കൊക്കെ ഈ ക്ലേ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ മോനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അടിയിൽ ലൈറ്റും കൂടെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ക്യൂട്ട് ലാമ്പായിട്ട് പോലെ ഒരു ക്യൂട്ട് ഡെക്കോറോ ഒക്കെ ഉണ്ടാക്കാറ്റും ക്ലേ വെച്ച് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിന് ഇപ്പോൾ ആദ്യമൊക്കെ ശരിയാകണമെന്നില്ല. പക്ഷേ ചെയ്ത് തരുമ്പോൾ നമുക്ക് എല്ലാ സാധനവും നമ്മൾ പിള്ളേരോട് പറയത്തില്ലേ, പഠിച്ച് കുറേ പ്രാക്ടീസ് ആകുമ്പോൾ എല്ലാം ശരിയാകും. അതുപോലെ ഉള്ളൂ ഇതൊക്കെ ആർട്ട്. അപ്പം നമ്മുടെ കുട്ടപ്പൻ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ഒരു ഹോബി എന്ന് പറയുന്നത് ക്രോഷയാണ്. ഇപ്പോൾ അടുത്തിടയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം ക്രോഷേ. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിച്ച ഈ 1-2 ആഴ്ചകൾക്കുള്ളിൽ പഠിച്ച സാധനമാണ് ക്രോഷേ എന്നാണ്. അപ്പോൾ അതിന് നിങ്ങൾ മേടിക്കുമ്പോൾ അക്രിലിക് യാൺ മേടിക്കുക. നിങ്ങൾക്ക് ക്രോഷയുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറേ ബേസിക് സ്റ്റിച്ചുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നില്ല. ക്രോഷേ പഠിക്കണം എന്നുള്ളവർക്ക് ക്രോഷേ വീഡിയോ കണ്ട് നമ്മൾ
യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ന് ഞാൻ ക്യൂട്ടായി കുഞ്ഞ് ബോ ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ അതിനെ മാജിക് റിംഗ് ആണ് ഉണ്ടാക്കുന്നത്. മാജിക് റിംഗ് ഉണ്ടാക്കാനൊക്കെ ബേസിക് ഞാൻ പല വീഡിയോ കാണിച്ചിട്ടുണ്ട്. ലോങ് വീഡിയോ നേരത്തെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒന്നും കാണിക്കുന്നുള്ളൂ. മാജിക് റിംഗ് ഉണ്ടാക്കുകയാണ് ആദ്യത്തേത്. ഇത് 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ വഴങ്ങും കേട്ടോ. ഒത്തിരി യാണൊന്നും മേടിക്കുന്നത്, കുറച്ച് യാൺ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരു ഹോബിയല്ലേ. അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് 3 ചെയിൻസ് ഇടുക ചെയ്യുന്നത്. നമ്മളിതേണ്ട 3 ചെയിൻ ഇങ്ങനെ ഇടുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഡബിൾ ക്രോഷ ആണ്. 3 ഡബിൾ ക്രോഷ ചെയ്യണം. അപ്പം ഡബിൾ ക്രോഷ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ യാൻ ഓവർ ചെയ്യുന്നു, നമ്മൾ ആ മാജിക് റിങ്ങിനകത്ത് ഇടുന്നു. പിന്നെ നമ്മൾ ആ യാനിൽ വലിച്ചെടുക്കുമ്പോൾ നീഡിലിൻ്റെ മുകളിൽ 3 ഹുക്ക് ഉണ്ടായിരിക്കും, 3 ലൂപ്പ്. അപ്പം ഫസ്റ്റ് ലൂപ്പിലൂടെ 2 ലൂപ്പിലൂടെ ആദ്യം നമ്മൾ യാനെ വലിക്കും, വീണ്ടും യാൻ ഓവർ ചെയ്ത് ബാക്കി 2 വലിക്കും. അങ്ങനെ 3 ഡബിൾ ക്രോഷ ചെയ്യണമെന്നാണ് ആദ്യത്തിനകത്ത്. ഒരു സൈഡ് നമ്മൾ 3 ഡബിൾ ക്രോഷ ചെയ്യുവാണ്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം ഇതൊരു ഹോബി ആയിട്ടില്ല കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് 3 ഡബിൾ ക്രോഷ ഇതുപോലെ ചെയ്യുക. ഡബിൾ ക്രോഷ അറിയാവുന്നവർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മളൊന്ന് പോയി വീഡിയോ ലാസ്റ്റത്തെ വീഡിയോ ഒക്കെ ഒന്ന് കാണാം കേട്ടോ. 3 ഡബിൾ ക്രോഷ ചെയ്യുന്നു. അതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് അടുത്തത്. പിന്നെ നമ്മൾ ഡബിൾ ക്രോഷ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ വരുന്നു. ഇത് കഴിയുമ്പോഴത്തേന് നമ്മളിനി ചെയ്യുന്ന 3 വീണ്ടും ചെയിൻ ഇടുകയാണ് ചെയ്യുന്നത്. 1 2 3 ചെയിൻ ഇടുക. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ഇടണേ. അപ്പോൾ അത് അടിയിലൂടെ ഇങ്ങനെ വലിച്ച ശേഷം നമ്മൾ യാൻ ഓവർ ചെയ്യാതെ തന്നെ ആദ്യത്തെ ലൂപ്പിനകത്തോട്ട് 2ാമത്തോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് പഠിച്ചിട്ടില്ലേ, അപ്പോൾ 2 ലൂപ്പിനകത്തോട്ട് കയറ്റും. അതോടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് കിട്ടും. അപ്പോൾ ഒരു സൈഡ് ഏകദേശം നമ്മുടെ ആയിട്ടുണ്ട്. ഇനി ഇതേ സെയിം സാധനം തന്നെ നമ്മൾ 2ാമത്തെ സൈഡ് ഓഫ് ദ ബോയിലും റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് 3 ചെയിൻ ഇടുന്നു, 3 ചെയിൻ ഇട്ട ശേഷം നമ്മൾ 3 ഡബിൾ ക്രോഷ ചെയ്യുന്നു, പിന്നെ നമ്മൾ 3 ചെയിൻ വീണ്ടും ഇടുന്നു, പിന്നെ വീണ്ടും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ശേഷം നമ്മുടെ 2ാമത്തെ ഭാഗം കംപ്ലീറ്റ് ആകുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇത് ഹോബി ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല, വേണമെങ്കിൽ മുകളിൽ ഞാൻ എഴുതി കാണിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ബോർഡ് ആയിട്ടുണ്ട്. ഈ 3 ചെയിനും 3 സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ 2ാമത്തെ സൈഡും കൂടെ കഴിയുമ്പോഴത്തേനും നമുക്കിനി 2 യാൺ കാണും. നമ്മുടെ വർക്കിംഗ് യാണും കാണും, ടെയിൽ എൻഡും കാണും. നമ്മൾ മാജിക് റിങ് എങ്ങനെയാണ് ക്ലോസ് ആക്കുന്നത്? മാജിക് റിങ് ക്ലോസ് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ടെയിൽ എൻഡിനെ വലിച്ചെടുത്ത് ഈ ടെയിൽ എൻഡിനെ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ചിന് ശേഷം നമ്മൾ ഇനി നമ്മുടെ 2 ബോർഡ് സൈഡ് ആയത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ ടൈറ്റ് ചെയ്യാൻ പോകും കേട്ടോ. ടൈറ്റ് ചെയ്യണമെന്നെങ്കിൽ നമുക്ക് ആദ്യം വർക്കിംഗ് യാണും കാണും, ടെയിൽ എൻഡും കാണും. നമ്മൾ പണ്ട് മാജിക് റിങ് ടൈറ്റ് ചെയ്തപോലെ നമ്മൾ ആ ടെയിൽ എൻഡിനെ ഇങ്ങനെ വലിക്കുമ്പോഴത്തേനും നമ്മുടെ മാജിക് റിങ് ചെറുതായി ഒരു ബോർഡ് ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇച്ചിരി ശരിയാക്കാൻ വേണ്ടി നമ്മുടെ വർക്കിംഗ് യാണിൻ്റെ ആ ഭാഗമില്ലേ, അത് നമ്മൾ എക്സ്ട്രാ എടുത്ത ശേഷം നമ്മൾ നീളത്തിലെടുത്ത ശേഷം നമ്മൾ കണ്ടിച്ചു കൊടുക്കണം. നമുക്ക് അപ്പോഴല്ലേ ഉള്ളൂ നമ്മൾ ബാക്കി കംപ്ലീറ്റ് ആക്കുക. കണ്ടിച്ചു കൊടുത്തു, ഇച്ചിരി നീളത്തിൽ കണ്ടിക്കാം, നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ കണ്ടിക്കുക. ഇനി നമ്മൾ കൂടുതൽ ടൈറ്റ് ആക്കുമ്പോൾ നമ്മുടെ ബോ ഫുള്ളായിട്ടുണ്ട്. ഇനി പക്ഷേ ബോയുടെ നടുഭാഗമൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ അതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ 2 ത്രെഡ് നിങ്ങൾ കാണുന്നില്ലേ, 2 ത്രെഡിനെയും ഓപ്പോസിറ്റ് സൈഡിൽ റൗണ്ട് ചെയ്യാൻ നടക്കുക. അതായത് ഒരെണ്ണം ഒരു സൈഡിലൂടെ ക്ലോക്ക് വൈസ് ചുറ്റുകയാണെങ്കിൽ മറ്റേ സൈഡിലൂടെ അതായത് ഇതുപോലെ ഇങ്ങനെ ഇതിങ്ങനെ ഒരു സൈഡിലൂടെ ഒരെണ്ണത്തിന് ചുറ്റുമ്പം മറ്റേ സൈഡ് ഓപ്പോസിറ്റ് സൈഡിൽ മറ്റേത് ചുറ്റണം. കാരണം നമുക്ക് പുറവശത്ത് കെട്ടിക്കൊടുക്കാൻ വേണ്ടി, കെട്ടിക്കൊടുത്തെങ്കിൽ ടൈറ്റായിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ബോയ് ആയിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഹോബീസാണ് ഞാൻ കാണിച്ചത്. എൻ്റെ പാർട്ട് 2 ആയിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് പുതിയ ഹോബീസ് കാണാം. ഇതിലേതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ പറയുക. അപ്പം ഇതൊക്കെ നമുക്ക് നമ്മുടെ ഈ ക്യൂട്ടായിട്ടുള്ള ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഈ പപ്പിക്ക് എന്ത് സൈഡ് അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാഗിൻ്റെ മുകളിൽ വെക്കാം, സ്ലൈഡിൻ്റെ മുകളിൽ വെക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു ഹോബീസ് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഹോബിയൊക്കെ ചെയ്തൊക്കെ ഇനി ഞങ്ങൾക്ക് സ്കില്ലില്ല, ഞങ്ങൾക്ക് സമയമില്ല എന്നും പറയണ്ട. ഞാൻ ഇതിനകത്തൊന്നും പെർഫെക്റ്റ് ആയതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.